ഇത് സ്വർണ്ണമാണോ? തീർച്ചയായിട്ടും നമ്മുടെ 22 കാരറ്റ് എന്താണ് പറയാ, ഒരു സ്ട്രിപ്പാണ്. ഫ്ലോറിലെല്ലാം ഗോൾഡ് ഉണ്ടാവും. ഈവൻ നിങ്ങൾ വെയർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ പോലും ഞങ്ങൾക്ക് 50 മുതൽ 60 ഗ്രാം വരെ മന്ത് ഞങ്ങൾക്ക് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലുള്ള സ്വർണത്തിന്റെ മൈക്രോ തരികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സ്വർണത്തിന് വൻ വിലയുള്ള ഈ കാലത്ത് എങ്ങനെയാണ് ഫാക്ടറികളിൽ വൻതോതിൽ ഒരു തരി പോലും നഷ്ടമാകാതെ ആഭരണം നിർമ്മിച്ചെടുക്കുന്നത് എന്ന് കണ്ടിട്ടുണ്ടോ? അതറിയാൻ നമ്മൾ പോകുന്നത് യുഎയിലെ ഏറ്റവും വലിയ, യുഎയിലെ ഏറ്റവും മോഡേൺ ആയ ഒരു സ്വർണ്ണാഭരണ നിർമ്മാണ ഫാക്ടറിയിലേക്കാണ്. ലോകത്തെ വൻകിട ബ്രാൻഡുകൾക്ക് ഏത് സ്വർണ്ണാഭരണവും നിർമ്മിച്ചു നൽകുന്ന വിൻസ്മേര ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഫാക്ടറിയിലേക്ക്. നമുക്കൊക്കെ ഫേവറേറ്റ് ആയ ആ ഒരു ആഭരണം, അത് ആദ്യം വിരിയുന്നത് കലാകാരനായ ഒരു ഡിസൈനറുടെ കൈകളാൽ ഒരു പേപ്പറിലായിരിക്കും. ഇതൊക്കെ പെൻസിൽ വെച്ചിട്ട് അവർ ഹാൻഡ് സ്കെച്ച് ചെയ്തതാണ്. ഈ ഹാൻഡ് സ്കെച്ച് ചെയ്ത് ഈ ഡിസൈൻസിന് ഇവരിതിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് തിരിച്ചത് 3D ഗ്രാഫിക്സ് ആക്കിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യുഎഇക്ക് പുറമെ ഇന്ത്യയിൽ കൊൽക്കത്തയിലും മുംബൈയിലും തൃശൂരിലും കണ്ണൂരിലുമായി വിൻസ്മേരയ്ക്കായി ഈ ഡിസൈനർമാർ ശ്രദ്ധ തെറ്റാതെ മനോഹരമായ സൃഷ്ടികൾ പുറത്തിറക്കുന്നു. ഒരു ലക്ഷ്മിയുടെ ഒരു പെൻഡന്റ് ഉണ്ടാക്കാം. ലക്ഷ്മിയുടെ പെൻഡന്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഇസ് നോട്ട് എ ലേഡി, ദൈവമാണ്. അപ്പൊ ദൈവത്തിനുണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും നമ്മൾ കാണാൻ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ അതേപോലെ നിലനിർത്തണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റും ചാലഞ്ചിങ്ങും ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. ഇവർ തരുന്ന ഔട്ട്പുട്ടാണ് അത് ജ്വല്ലറി ആയിട്ട് അവസാനം വരെ കൺവേർട്ട് ചെയ്ത് പറയുന്നത്. വരയ്ക്കുന്ന 100 ഡിസൈനുകളിൽ 20% വരെ മാത്രമേ അംഗീകരിക്കപ്പെടൂ. ആഭരണമായി പുറത്തു വരുന്ന 20 ഡിസൈനുകളിൽ ഒന്നായിരിക്കും ഒരു ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഭാഗ്യ ഡിസൈനായി ഹിറ്റായി മാറാൻ പോകുന്നത്. ആ മറ്റ് 19 വരുന്നതും നമ്മൾ വൺ ടൈം ആണ്. ദാറ്റ്സ് എ കോസ്റ്റ്. അതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ കോസ്റ്റ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്നത്. ഇരുട്ടു നിറഞ്ഞ ഈ മുറിയിലാണ് 3D ഡിസൈനിങ് കഴിഞ്ഞെത്തുന്ന ആഭരണങ്ങളുടെ 3D പ്രിന്റിംഗ് നടക്കുന്നത്. ആ മോഡൽ മെഴുകു രൂപത്തിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നത് ഇവിടെയാണ്. ഇത് മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെലവേറിയ മെഷീനാണ് മോഡലുകളുടെ 3D പ്രിന്റിംഗ് പൂർത്തിയാക്കുന്നത്. ഡിസൈനിന്റെ സങ്കീർണതയനുസരിച്ച് 3 മുതൽ 24 മണിക്കൂർ വരെ നീളും പ്രിന്റിംഗ്. വാക്സിലാണ് ഇത് പ്രിന്റ് ചെയ്ത രൂപം പുറത്തു വരിക. ഈ രൂപത്തിൽ നിന്നാണ് യഥാർത്ഥ ആഭരണത്തിന്റെ മോഡൽ നിർമ്മിച്ചെടുക്കുന്നത്. സൂക്ഷ്മമായ ഡിസൈനുള്ള വലിയ മാലകൾ പോലുള്ള ആഭരണങ്ങളുടെ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഇതിനെ ഒരു ഗോൾഡ് ട്രീ ആക്കി മാറ്റുന്നു. ഇതാണ് ഇതിന്റെ പ്രോട്ടോടൈപ്പ്. മെഴുകിലും പിന്നീട് സ്വർണത്തിലും ഇത് തയ്യാറാക്കും. ഇത് 100% 22 കാരറ്റ് ഗോൾഡ് ആണ്. എന്തുകൊണ്ട് ഇതിനെ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീക്ക് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ടാവും. ആ ഒരു അതേ കൺസെപ്റ്റാണ്. ഒരു മെയിൻ ബ്രാഞ്ചും മറ്റുള്ള എല്ലാ ഡിഫറെന്റ് ബ്രാഞ്ചും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജ്വല്ലറിയാണിത്. എങ്ങനെ ഇത് ജ്വല്ലറി ആയിട്ട് നമ്മുടെ ഒരു മാലയായിട്ടോ ഒരു നെക്ലേസ് ആയിട്ടോ കൺവേർട്ട് ആകുന്നു എന്ന് ഞാൻ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ കാണിച്ചു തരാം. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്. ഇതിൽ വെച്ചിട്ട് ഞങ്ങൾ ഇതിൽ എയർ ടൈറ്റ് ചെയ്തുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫില്ല് ചെയ്യും. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫില്ല് ചെയ്തതിനു ശേഷം 12 hours to 8 to 12 hours ഞങ്ങൾ ഇതിൽ വെച്ചിട്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതിനെ ബേൺ ഔട്ട് ചെയ്യും. ഇത് പറയുന്നതാണ് ബേൺ ഔട്ട് ഫർണസ്. തനി തങ്കത്തെ വിവിധ ലോഹങ്ങളുമായി ചേർത്ത് ഉരുക്കുന്ന പ്രക്രിയ ഇവിടെയാണ് നടക്കുന്നത്. ഇതാണ് പ്യൂർ ഗോൾഡ്. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ തങ്കം എന്ന് പറയുന്നത്. ഈ പ്യൂർ ഗോൾഡിനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് കാരറ്റേജിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഡിഫറെന്റ് മെറ്റലിന്റെ ഒരു അലോയ് ആണ്. ഈ അലോയ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഞങ്ങൾ മെൽറ്റ് ചെയ്യണം. അങ്ങനെ ഉരുക്കി എടുത്തു കഴിഞ്ഞാലുള്ള രൂപം ഇങ്ങനെയിരിക്കും. എന്റെ കയ്യിലുള്ളത് തനി സ്വർണമാണ്. ആഭരണമായി മാറുന്നതിന് മുൻപുള്ള അതിന്റെ രൂപമാണ് ഈ കാണുന്നത്. ഇത് സ്വർണ്ണമാണോ? തീർച്ചയായിട്ടും നമ്മുടെ 22 കാരറ്റ് എന്താണ് പറയാ, ഒരു സ്ട്രിപ്പാണ്. ഇത് ഏകദേശം ഒരു 700 to 800 ഗ്രാം വെയിറ്റ് ഉള്ള ഒരു സാധനമാണിത്. ഇതുവരെ ടെക്നോളജിയുടെയും കലാകാരന്മാരുടെയും കൈകളിലായിരുന്നുവെങ്കിൽ ഇനി ഫയലിംഗ് ആൻഡ് അസംബ്ലിംഗ് യൂണിറ്റിലേക്കാണ്. ഇവിടെയാണ് സ്വർണ്ണപ്പടിക്കാരുടെ കരവിരുത് തെളിയുക.
100% കൈകൊണ്ട് ജ്വല്ലറി ഉണ്ടാക്കുന്നവരാണ്. ഇവരാണ് സ്വർണ്ണാഭരണത്തെ വിജയിപ്പിക്കുന്നത്. ഇതിലിപ്പം ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു ആഭരണത്തിന്റെ വിജയത്തിൽ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ ഗോൾഡ് സ്മിത്ത് ആളുകളുടെ മാത്രം പങ്ക് വെച്ച് നോക്കിയാൽ എത്ര ഉണ്ടാവും അതിന്റെ തോത്? 60% പങ്ക് ഇവർ തന്നെയാണ്. ഇനി വിൻസ്മേരയ്ക്ക് മാത്രം സ്വന്തമായുള്ള മറ്റൊരു കാര്യം, 100ഓളം വരുന്ന ടേബിൾ വർക്കേഴ്സിന് സ്വർണ്ണാഭരണം വിളക്കി ചേർക്കാനുള്ള വ്യാവസായിക ഊർജ്ജം എത്തിക്കുന്നത് വൈദ്യുതിയിൽ നിന്നോ ഗ്യാസിൽ നിന്നോ അല്ല, ഫാക്ടറിയിലെ AC-യിൽ നിന്ന് ബാക്കി വരുന്ന വെള്ളത്തിൽ നിന്നാണ്. ഈ ഡ്രൈനേജ് വാട്ടറാണ് ഞങ്ങൾ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ H2O, അതിൽ ഹൈഡ്രജനും ഓക്സിജൻ ഞങ്ങൾ വീണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഹൈഡ്രജന് ഓക്സിജനും ഒരു ഓക്സിജൻ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ ഫാക്ടറിയുള്ള മുഴുവൻ എനർജിയും ഞങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്. ഗൾഫ് റീജിയണിൽ വി ആർ ദ ഫസ്റ്റ് ഫാക്ടറി, ഐ ബിലീവ് അറ്റ് പ്രസന്റ് ആൾസോ വി ആർ ഓൺലി ദ വൺ. മറ്റൊരു പ്രത്യേകത, ഇവർ ഉപയോഗിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഇഞ്ചക്ഷൻ സിറിഞ്ചിൻ്റെ നീഡിൽസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രിസൈസ് ആയിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രമേ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അതാണ് പ്രത്യേകത. പിന്നെ ഈ 100 പേർക്ക് വേണമെങ്കിൽ 100 പേർ ഒരേ ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ 100 പേർക്കുള്ള പ്രൊഡക്റ്റ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു പേരെ ഉള്ളെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രം ചെയ്യും. സ്റ്റോറേജ് എന്നുള്ള സംഭവമില്ല. ഏറ്റവും ഉയർന്ന ടെക്നോളജിക്കും ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾക്കുമൊപ്പം പ്രകൃതി സംരക്ഷണത്തിന് കൂടി നൽകിയിരിക്കുന്ന പ്രാധാന്യമാണ് വിൻസ്മേരയെ UAE-യിലെ അധികൃതർക്കും പ്രിയപ്പെട്ടതാക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, ഒരു സ്മെല്ലും ഇല്ല. നിങ്ങൾ ഇരിക്കുന്ന മറ്റേതോ ഒരു സ്ഥലത്തിരിക്കുന്ന അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും മാസ്ക് ധരിച്ചുകൊണ്ട് ഇരിക്കേണ്ട ആവശ്യങ്ങളില്ല. തീർച്ചയായിട്ടും അതാണ് പ്രത്യേകത. അത് നമ്മൾ ഒരിക്കൽ പോലും മറ്റൊന്നും ഇതിലില്ല. സ്വർണ്ണപ്പണിക്കാരുടെ മിടുക്ക് തെളിയുന്ന ഇതേ ഫാക്ടറിയിൽ തന്നെ ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ മാത്രം ഇരുന്ന് ആഭരണങ്ങൾ റോബോട്ടിക് സഹായത്തോടെ അതിമനോഹരമായി നിർമ്മിച്ചെടുക്കുന്നതും കാണാനാകും. ഈ ബാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് 100% CNC ടെക്നോളജി. CNC ടെക്നോളജി കമ്പ്യൂട്ടർ ന്യൂമാറ്റിക് കൺട്രോൾ സിസ്റ്റം. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻ മാത്രമാണ് ഇതിൽ ഒരു മനുഷ്യന്റെ സാന്നിധ്യം എന്ന് പറയാവുന്നത്. ബാക്കി എല്ലാം ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടറാണ്, അതിന്റെ ടെക്നോളജിയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് ഓരോ ഡോട്ട് ടു നെക്സ്റ്റ് ഡോട്ട് വരെ പ്രോഗ്രാംഡ് ആണ്. ഒരു മാറ്റവും ഉണ്ടാവില്ല. 100% പെർഫെക്റ്റും അതുപോലെ തന്നെ അതിന്റെ ഫിനിഷിംഗ്, ബിക്കോസ് ഇറ്റ് കൺട്രോൾഡ് ബൈ കമ്പ്യൂട്ടർ. പല യൂണിറ്റുകളിലൂടെ കടന്നുപോയാണ് തനിത്തങ്കം ഒടുവിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ആഭരണമാകുന്നത്. നമ്മുടെ കയ്യിലെത്തും മുൻപ് അതിന് ഗുണനിലവാര പരിശോധന പാസ്സാകണം. ശരിക്കും ഈ ലെൻസിലൂടെ നോക്കുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതും ഈ ലെൻസിലൂടെ നോക്കുമ്പോൾ കാണുന്നതും തമ്മിലുള്ള മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇതിൽ വളരെ സൂക്ഷ്മമായ ചെറിയ മാറ്റങ്ങൾ പോലും അത് റെഡ് ഇങ്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു ക്വാളിറ്റി ചെക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുക. അതായത് ഒരു 100 ഒരേപോലുള്ള ഡിസൈനിൽ ബാച്ചിൽ 1 മാത്രമല്ല 100 പരിശോധിക്കും. 100-ൽ 101 പരിശോധിക്കും എന്നാണ് പറയുന്നത്. ഇത്രയധികം സ്വർണം കൈകാര്യം ചെയ്യുന്ന കൂറ്റൻ ഫാക്ടറിയിൽ തെറിച്ചു വീഴുന്ന ഓരോ സ്വർണ്ണത്തരിയും വിലയേറിയതാണ്. പ്രൊഡക്ഷൻ ലെവലിൽ ഞങ്ങൾ 500 കിലോയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് വേസ്റ്റേജ് പോകും. വേസ്റ്റേജ് ഞങ്ങൾക്ക് റിക്കവറി അതിനനുസരിച്ച് 8 കിലോ 10 കിലോ കണക്ക് ഒരു മാസം കിട്ടും. അത് നിങ്ങൾ കാണാൻ പറ്റും, ഫ്ലോറിലെല്ലാം ഗോൾഡ് ഉണ്ടാവും. ഈവൻ നിങ്ങൾ വെയർ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ പോലും ഞങ്ങൾക്ക് 50 മുതൽ 60 ഗ്രാം വരെ മന്ത് ഞങ്ങൾക്ക് കിട്ടും. ഈ കാണുന്ന മണ്ണ് ഇത് ഈ ഫാക്ടറിയിൽ ഉള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ശേഖരിച്ചിട്ടുള്ള മണ്ണാണ്. ഇതിനിടയിലൊക്കെ നേരത്തെ പറഞ്ഞതുപോലുള്ള സ്വർണത്തിന്റെ മൈക്രോ തരികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വളരെ സൂക്ഷ്മമായി അതും പ്രോസസ്സ് ചെയ്തെടുത്ത് അതിൽ നിന്നുള്ള സ്വർണം പോലും വേർതിരിച്ച് അത്ര സൂക്ഷ്മമായാണ് ഒരു ഫാക്ടറിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാരണം അത്ര വിലയേറിയതാണ് സ്വർണം. അതായത് നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചുള്ള ടിഷ്യൂ പോലും നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് ജീവനക്കാർ വാങ്ങിവെക്കും. അത് സോർട്ട് ചെയ്ത് അതിൽ നിന്നുള്ള സ്വർണത്തിന്റെ മൈക്രോ തരി പോലും അതിൽ നിന്ന് ശേഖരിച്ചെടുക്കും. അവരുടെ ഡ്രസ്സുകളും അതും ഇതെല്ലാം ഇൻസൈഡ് തന്നെ ഞങ്ങളത് ക്ലീൻ ചെയ്തിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പിന്നെ അത് ഇതാക്കി എടുക്കും, ഗോൾഡ് എടുക്കും. 500ഓളം തൊഴിലാളികളുണ്ട് ഈ ഫാക്ടറിയിൽ മാത്രം. 2008-ലാണ് വിൻസ്മേര നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നത്. ലോകത്തെ മുൻനിര ജ്വല്ലറി ബ്രാൻഡുകളുടെ ആഭരണങ്ങൾ വിൻസ്മേര നിർമ്മിക്കുന്നതാണ്. ഒരു ബ്രാൻഡിന്റെ ഡിസൈനും ശൈലിയും പ്രത്യേകതകളും മറ്റൊന്നുമായി ഒരിക്കലും തമ്മിൽ കലർത്താത്ത ആ വിശ്വാസ്യത കൂടിയാണ് മാർക്കറ്റിൽ വിൻസ്മേരയുടെ കരുത്ത്. ഇന്ത്യൻ ആഭരണങ്ങളുടെ സങ്കീർണമായ ഡിസൈനുകൾ വിൻസ്മേരയുടെ കൈകളിൽ ഭദ്രം. ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഒരു ഡിസൈൻ സ്വപ്നം കാണും, നിങ്ങളുടെ മനസ്സിൽ പറയൂ, അത് ഞങ്ങളോട് പറയൂ.
അത് വിൻസ്മര നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരും. ആഭരണ പ്രേമിയായ ഏതൊരാളുടെയും കളക്ഷനിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഭരണം ഉണ്ടാകില്ലേ? അത് വിൻസ്മരയിൽ വിരിഞ്ഞതായിരിക്കും. റീറ്റെയിലേക്ക് കടന്ന വിൻസ്മര 5 വർഷത്തിനകം വിദേശത്ത് 30 ഷോറൂമുകളും ഇന്ത്യയിൽ 30 ഷോറൂമുകളും തുറക്കാനുള്ള യാത്രയിലാണ്. അതിലേക്കായിരുന്നു മോഹൻലാലിന്റെ എൻട്രി. ദിനേശ് കാമ്പ്രത്ത്, അനിൽ കാമ്പ്രത്ത്, മനോജ് കാമ്പ്രത്ത്, കൃഷ്ണൻ കാമ്പ്രത്ത് എന്നീ സഹോദരങ്ങളാണ് വിൻസ്മരയെ ഒന്നിച്ച് മുന്നോട്ട് നയിക്കുന്നത്. കൊച്ചിയിൽ 25,000 ചതുരശ്ര അടിയിൽ ഫ്ളാഗ്ഷിപ്പ് ഷോറൂമും വരാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഇത്രയും കണ്ടു. ഇനിയിപ്പോ അടുത്ത സെക്ഷൻ ഏതാണ്? പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ എങ്ങനെ ഒരു ഡയമണ്ട് ജ്വല്ലറി എങ്ങനെ ഉണ്ടാക്കുന്നു അതാണ് ഞങ്ങൾ അടുത്തത് കാണിക്കുന്നത്. റീജിയണിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസൈൻസും ബെസ്റ്റ് കളക്ഷൻസുമാണ് ഞങ്ങളിവിടെ എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത്. ഇവിടെയുള്ള വളരെ കുറച്ച് കമ്പനികളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് ഞങ്ങൾ ഡയമണ്ട് ജ്വല്ലറി ഉണ്ടാക്കുന്നത്. ഒരു പറച്ചിൽ കൂടിയുണ്ട്. ഒരു ആഭരണ ഡിസൈൻ അത് വിൻസ്മരയ്ക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മറന്നേക്കൂ എന്ന്. നമ്മൾ ധരിക്കുന്ന ചെറിയ സ്വർണ്ണാഭരണങ്ങൾ മാത്രമല്ല, ദുബായ് ഗോൾഡ് സൂക്കിൽ കണ്ണാൽ കണ്ണ് തള്ളുന്ന വലിയ കൂറ്റൻ സ്വർണ്ണാഭരണങ്ങൾ നാം കണ്ടിരിക്കും. അതിൽ പലതും വിൻസ്മരയുടെ ഫാക്ടറിയിൽ പിറന്നതാണ്.